വംശനാശ ഭീഷണി നേരിടുന്ന കഴുകനുൾപ്പെടെ അനേകം പക്ഷികളുടെയും അത്യപൂർവങ്ങളായ സസ്യ ജന്തുജാലങ്ങളുടെയും ഒറ്റയുടെ തേറ്റ നോക്കളി തേറ്റ ഉണ്ടോ? കാരാപ്പുഴ ഡാമിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ വൈകിട്ടാണെങ്കിൽ ഒരു നൈറ്റ് സഫാരിക്ക് വേണ്ടി പോവാണ്. സുൽത്താൻ ബത്തേരി KSRTC ഡിപ്പോയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു KSRTC ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോ എണ്ണീറ്റോ? ബന്ദിപ്പൂര്. ഇത് ഏത് ആയിരുന്നു? ബത്തേരിയോ? ഇത് സ്ഥലം ബത്തേരി. അച്ഛൻ പോന്നു. ഹലോ അറിയാ മുത്തങ്ങ എത്തി. മുത്തങ്ങ പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ടിപ്പു സുൽത്താന്റെയും വീര പഴശ്ശിത്തമ്പുരാന്റെയും ജ്വലിക്കുന്ന ഓർമ്മകൾ ഗോത്ര സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും സംഗമഭൂമി, കേരളത്തിന്റെ ഹരിത പർദീസ എന്നറിയപ്പെടുന്ന വയനാടിന്റെ മണ്ണിലൂടെ ഈ സായം സന്ധ്യയിൽ സുൽത്താൻ ബത്തേരി ജംഗിൾ സഫാരിയുമായി 294 യാത്രയ്ക്ക് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇന്നത്തെ യാത്രയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ യാത്രയെ കുറിച്ചൊരു ലഘു വിവരണം പറയുമ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് NH 766 കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയ പാതയിലൂടെയാണ്. ഈ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന മുത്തങ്ങ, പൊന്മുഴി എന്നീ സ്ഥലങ്ങൾ പിന്നിട്ട ശേഷം രാത്രിയാത്രാ നിരോധനത്തിന്റെ ഭാഗമായി ദേശീയപാത അടയ്ക്കുന്ന കേരള കർണാടക അതിർത്തി വരെ പോകും. അവിടെ നിന്നും ഇതേ പാതയിലൂടെ അല്പദൂരം തിരികെ സഞ്ചരിക്കുകയും പിന്നീട് വയനാടിന്റെ ഗ്രാമീണ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്നതും അതേസമയം മനുഷ്യ മൃഗസംഘർഷം നിലനിൽക്കുന്നതുമായ വയനാട് ഗ്രാമങ്ങൾ വള്ളുവാടി, കരിപ്പൂർ, ഓടപ്പള്ളം എന്നിവ പിന്നിട്ട ശേഷം വടക്കനാട്, ഇരുളം തുടങ്ങിയ വനമേഖലയോട് പിന്നിട്ട് ഏകദേശം 3 മണിക്കൂർ കൊണ്ട് 82 കിലോമീറ്റർ പിന്നിടുന്ന ഒരു സഫാരിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സഫാരിയുടെ ലക്ഷ്യം രാത്രിയിൽ വനത്തിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിക്കുക എന്നതാണെങ്കിലും വനത്തിന്റെ ഭാഗമായ വന്യജീവികളെ കണ്ടുമുട്ടാറുണ്ട്. നമ്മുടെ ഓരോ യാത്രകളിലെയും കാഴ്ചകൾ വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് ജനവാസ മേഖലയിൽ കൂടിയാണ്. നമുക്കറിയാം, ഇവിടെ നിന്ന് നമ്മുടെ വാഹനം വനമേഖലയിൽ പ്രവേശിക്കുന്ന സമയത്ത് വാഹനത്തിനകത്തുള്ള എല്ലാ ലൈറ്റുകളും നമ്മൾ ഓഫ് ചെയ്യും. പിന്നീട് ഹെഡ്ലൈറ്റിന്റെ പ്രകാശത്തിലായിരിക്കും സഞ്ചരിക്കുക. എന്തായാലും എല്ലാവർക്കും കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന നല്ല കാഴ്ചകൾ ലഭിക്കട്ടെ, നല്ല യാത്രയാവട്ടെ എന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ആശംസിക്കുന്നു. വളരെ ചെറിയൊരു ദൂരം കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ വന മേഖലയിലേക്ക് എത്തിച്ചേരും. കേരളം, കർണാടക, തമിഴ്നാട് 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമമാണ് മുത്തങ്ങ. ബന്ദിപ്പൂർ, മുതുമല, നാഗർഹോള എന്നിവർ ചേർന്ന് കിടക്കുന്ന മുത്തങ്ങ വന്യജീവി സങ്കേതം വിശാലമായ നീലഗിരി ജൈവ മണ്ഡലത്തിന്റെ ഭാഗമാണ്. 1973 മുത്തങ്ങയെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. പിന്നീട് 1991, 92 കാലഘട്ടത്തിൽ നിലവിൽ വന്ന പ്രൊജക്ട് എലഫന്റ് എന്ന പദ്ധതിയുടെ ഭാഗമായി മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ ഏഷ്യൻ ആനകളെയും ഇന്ത്യൻ കടുവകളെയും സംരക്ഷിച്ചു പോരുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന കഴുകനുൾപ്പെടെ അനേകം പക്ഷികളുടെയും അത്യപൂർവങ്ങളായ സസ്യ ജന്തുജാലങ്ങളുടെയും അപൂർവ കലവറ കൂടിയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം.
പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ പ്രവേശന കവാടത്തോടെ എത്തിയിരിക്കുന്നു. വന്യജീവി സങ്കേതവും അതോടനുബന്ധിച്ച് ഇവിടെ ഒരു മ്യൂസിയവും പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യകാലഘട്ടത്തിൽ വനത്തിൽ വാരിക്കുഴി കുഴിച്ച് അതിൽ കാട്ടാനകളെ വീഴ്ത്തി അവയെ കാട്ടാനകളുടെ സഹായത്തോടെ മെരുക്കിയെടുത്തിരുന്ന കേന്ദ്രമായിരുന്നു മുത്തങ്ങ. പിന്നീട് കാട്ടിൽ നിന്നുള്ള ആനപിടുത്തം നിയമം മൂലം നിരോധിച്ചതിനു ശേഷം കാട്ടാനകളെ മെരുക്കിയെടുത്ത് അവയെ കുങ്കിയാനകളാക്കി മാറ്റുന്ന കേന്ദ്രമായി മുത്തങ്ങ പ്രവർത്തിക്കുന്നു. ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ നമുക്ക് കേട്ട് പരിചയമുള്ള വിക്രം, സൂര്യ തുടങ്ങിയ കുങ്കിയാനകളെയെല്ലാം ഇവിടെയാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത്. ചരിത്രത്തിന്റെ ബാക്കിപത്രം എന്നോണം ആദ്യകാലഘട്ടത്തിൽ വാരിക്കുഴിയിൽ വീണ കാട്ടാനകളെ മെരുക്കിയെടുത്തിരുന്ന മരം കൊണ്ടുള്ള ആനപ്പന്തിയുടെ ഒരു ഭാഗം ഇവിടെ ഇപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട്. പൊൻകുഴി എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണത്തിന് എത്തുന്ന ക്ഷേത്രമാണ് പൊൻകുഴി ശ്രീരാമക്ഷേത്രം. റോഡിന്റെ ഇടതുവശത്ത് ശ്രീരാമ ക്ഷേത്രവും വലതുവശത്ത് സീതാദേവി ക്ഷേത്രവുമാണ്. ഇടതുവശത്തെ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പേരിലൂടെ പൊൻകുഴി പുഴ ഒഴുകുന്നു. 2018 വെള്ളപ്പൊക്കത്തിൽ ഈ ക്ഷേത്രം 3 ദിവസം പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു. പോയടാ കേട കിടക്കണം കേട ഒറ്റേൻ്റെ തേറ്റ നോക്കളിയാണ്. എൻ്റെ തേറ്റ കണ്ടോ? അതാണ്ട് ആ വീടിൻ്റെ അടുത്ത് വന്ന് നിൽക്കുവാണ് അല്ലേ? അവിടെ ധൈര്യമായിട്ടാണ് നിൽക്കുന്നത്.